ഹൈ ഡിയർ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയനയ്ക്ക് അവാർഡ് കിട്ടുന്നത് അനി ഇങ്ങനെ മൊബൈൽ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അനാമിക അങ്ങോട്ടേക്ക് എത്തുന്നത്. നമുക്കറിയാമല്ലോ അനാമികയുടെ സ്വഭാവം. അപ്പോൾ വന്ന ഉടനെ പറയും, നോക്കിയിട്ടും നോക്കിയിട്ടും മതിയാവുന്നില്ല അല്ലേ? അപ്പം അനി എണീച്ചിട്ട് പറയും, ഇല്ല, എത്ര മനോഹരമായ രീതിയിലാണ് എടുത്ത് ആ ഫോട്ടോ അവാർഡും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണാൻ എന്തൊരു രസമാണ് എന്നിങ്ങനെ പറയുകയാണേ. അപ്പൊ അനാമിക പറയാണ്, ഇത്ര നേരം ടി വിയിൽ കാണിക്കുന്നുണ്ടായിരുന്നല്ലോ, അപ്പൊ എന്നാ പിന്നെ അത് വന്ന് കണ്ടുകൂടായിരുന്നോ? അന്നേരം അനു പറയാണ്, അത് ഞാനും കണ്ടു, എന്നിട്ടാണോ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ അനാമിക വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. അനുജത്തിയാണ് അവാർഡ് മേടിച്ചതെങ്കിലും അതിന്റെ അത്രയും അഹങ്കാരം ചേർത്തിക്കാണ്. എടാ, നീ ന്യൂസ് കണ്ടെന്നല്ലേ പറഞ്ഞേ, എന്നിട്ട് അതിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും വലിയമ്മനെ കണ്ടോ? ആ, അങ്ങനെയാടാ, അന്തസ്സുള്ളവരാരും ഇതൊന്നും കാണാൻ പോകത്തില്ല. അപ്പോൾ അനു പറയുകയാണ്, വലിയമ്മ ഉള്ളതുകൊണ്ടാണ് ഏട്ടത്തി ആ ഫംഗ്ഷന് പോലും പോയത്. അതൊക്കെ അവളുടെ നാടകമാണ്. ഏത് നാലാം കിട അവാർഡ് ആര് കൊടുത്താലും അതൊക്കെ അവൾ പോയി മേടിക്കും എന്നിങ്ങനെ പറഞ്ഞ് അനിയെ ചൂടിപ്പിക്കുകയാണ്. ഇപ്പൊ ഈ അവാർഡ് തന്നെ നിന്റെ ഏട്ടൻ തരപ്പെടുത്തി കൊടുത്തതാണോ എന്നാണ് എനിക്ക് സംശയം. ആദർശേട്ടനും ചാനലുകാരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടല്ലോ. ജ്വല്ലറിയുടെ ആണെങ്കിലും ധാരാളം പരസ്യങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ടല്ലോ. അത് തന്നെയല്ല, വല്യമ്മയാണെങ്കിലും വല്യമ്മയുടെ കൂട്ടുകാരിയല്ലേ ഗ്രേസിയും ആൻമരിയും. അവർക്കും ബന്ധമുണ്ടല്ലോ ഇതുമായിട്ട്. അങ്ങനെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് കാല് പിടിക്കുന്ന സ്വഭാവം എൻ്റെ ഏട്ടനില്ല. അതുപോലെ തന്നെ അർഹിക്കുന്നത് മാത്രമേ കൈക്കലാക്കാവുള്ളൂ എന്നാണ് എൻ്റെ മുത്തശ്ശനും ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോഴത്തേക്കിന് അനാമിക പറയാണ്, രണ്ടു മരുമക്കൾ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം ആ മുത്തശ്ശന്റെ വാക്കുകളെല്ലാം കാലഹരണപ്പെട്ടു എന്നിങ്ങനെ അനാമിക പറയാണ്ടോ. ഇനി അതൊന്നും ഈ വീടിനകത്ത് നടക്കില്ല. ആ, ഏട്ടത്തിക്ക് അവാർഡ് കിട്ടിയതല്ലേ, എന്നാ പിന്നെ അത് ചൂടോടെ അനിയത്തിക്ക് അയച്ചു കൊടുക്ക്. അവരുടെയൊക്കെ സന്തോഷമാണല്ലോ നിന്റെ സന്തോഷം. അപ്പൊ അനി ഇങ്ങനെ ദേഷ്യത്തോടെ പറയുകയാണെ, കഴിവുകെട്ട നീ കഴിവുള്ള എൻ്റെ ഏട്ടത്തിമാരെ കണ്ടുപഠിക്കുക ഇങ്ങനെ അനി പറയുക കേട്ടോ. അതുപോലെ അനുസരിക്കാനും. അപ്പോ അനാമിക അങ്ങ് ദേഷ്യം കലി കൊണ്ടിട്ട് പറയണം കേട്ടോ, അത് നീ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ട് വന്നിട്ട് അവളോട് പറഞ്ഞാൽ മതി എന്നിങ്ങനെ ദേഷ്യത്തോടെ പറയുകയാണ്. വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്ക് കൊടുക്കുന്ന സ്നേഹം പോലും അല്ലെങ്കിൽ ആ ഒരു പരിഗണന പോലും ഞാൻ നിന്റെ ഏട്ടത്തിമാർക്ക് കൊടുത്തിട്ടില്ല. അപ്പൊ എടുത്ത വായി തന്നെ അനി പറയാണ്, ഞാൻ എൻ്റെ ഭാര്യയ്ക്കും എന്ന് പറഞ്ഞിട്ട് അനി അവിടുന്ന് പോവാട്ടോ. അടുത്തായിട്ട് കാണിക്കുന്നത് നമ്മുടെ അവാർഡ് ദാന ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ദേവയാനിയും നയനയും കൂടെ സന്തോഷത്തോടു കൂടി കാറിൽ വന്ന് ഇറങ്ങുക കേട്ടോ. അപ്പം വരുന്ന വഴിക്ക് പാതി വഴിക്കാണ് ഇറങ്ങുന്നത് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, മോൾ ഇനി ഈ കാറുമായിട്ട് ഓഫീസിലേക്ക് പോയിക്കോ എന്ന് പറയും കേട്ടോ. അപ്പോൾ നയന പറയും, വേണ്ട വേണ്ട, അമ്മ ഈ കാറിൽ പൊക്കോ, ഞാനൊരു ഓട്ടോ വിളിച്ചിട്ട് പൊയ്ക്കോളാം എന്ന് പറയും കേട്ടോ. അന്നേരം വീണ്ടും ദേവയാനി പറയും, വേണ്ട വേണ്ട, ഈ കാറിൽ തന്നെ പൊയ്ക്കോ, മോൾക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തേണ്ടതല്ലേ, അത് തന്നെയല്ല ആദർശ് നിന്നെ കാത്തിരിക്കുകയല്ലേ എന്ന് പറയും കേട്ടോ. അപ്പോൾ അമ്മ വാശി പിടിക്കണ്ടെന്ന് അങ്ങനെ പറയുമ്പോൾ പറയും, അത് തന്നെയല്ല, എനിക്ക് അമ്പലത്തിലൊന്ന് പോകണം, ഇപ്പം 4 മണിയല്ലേ ആയുള്ളൂ, അപ്പം നട തുറന്നില്ലെങ്കിൽ എനിക്ക് പുറത്ത് നിന്നിട്ടാണെങ്കിലും എനിക്കൊന്ന് സമാധാനത്തോടെ പ്രാർത്ഥിച്ചിട്ട് വേണം എനിക്ക് വീട്ടിലേക്ക് പോകാൻ. ആദർശ് എത്ര സന്തോഷത്തോടു കൂടിയാണ് അവാർഡുമായിട്ട് ചെല്ലുന്നത് നിന്നെ കാണാൻ കാത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അത് തന്നെയല്ല, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അതുകൊണ്ടാണ് എനിക്ക് അമ്പലത്തിലും പോകാൻ തോന്നുന്നത്. ഞാനും കൂടെ വരായിരുന്നു അമ്മേ എന്ന് പറയുക. അപ്പോൾ ദേവയാനി പറയും, വേണ്ട മോളെ, വെറുതെ എന്നെത്തിന് ആദർശിൻ്റെ സംശയത്തിന് ഇട കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നയന കാറി കയറി പോവാണേ. അടുത്തായിട്ട് നമ്മുടെ നയന അവാർഡൊക്കെ മേടിച്ച് സന്തോഷത്തോടു കൂടി ആദർശേട്ടൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ഓഫീസിൽ നിന്ന് ആദർശ് പണിയെടുക്കുവാണ്. അപ്പോൾ ആദർശേട്ടാന്ന് വിളിക്കും കേട്ടോ. അപ്പോൾ എണീച്ചിട്ട്, ആ നീ എത്തിയോ, എന്താ ഇത്ര ലേറ്റ് ആയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആദർശേട്ടാ എന്താ നോക്ക്, എൻ്റെ അവാർഡ് കണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കാണിക്കുകയാണ്. അപ്പോൾ ആദർശ് ആ അവാർഡൊക്കെ മേടിച്ചിട്ട് നല്ലൊരു ഉമ്മയൊക്കെ കൊടുക്കും കേട്ടോ. അപ്പം ആദർശ് ഇങ്ങനെ പറയുകയാണ്, ഈ അവാർഡ് മേടിച്ച അവാർഡിന് മാത്രമല്ല, ഇത് മേടിച്ച ആൾക്ക് നല്ലൊരു ഉമ്മ കൊടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നയനയുടെ മുഖമൊക്കെ പിടിച്ച് നെറ്റിയിലൊരു ചുംബനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നീ അവാർഡ് കിട്ടിയപ്പോൾ എന്നെ മാറുന്നല്ലേ എന്നിങ്ങനെ ആദർശ് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, പോ ആദർശേട്ടാ, അതെന്താ അങ്ങനെ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെന്താ ഇത്ര ലേറ്റ് ആയത്? അപ്പോൾ പാർട്ടി പങ്കെടുത്തതിന് ശേഷം അവിടെ ഒരു റിസപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ റിസപ്ഷന് പങ്കെടുക്കുകയായിരുന്നു എന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ പാർട്ടിയിൽ അമ്മ പങ്കെടുത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അവാർഡ് കഴിയുന്നിടം വരെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അവാർഡ് കഴിഞ്ഞതിന് ശേഷം അമ്മ എങ്ങോട്ടാണ് പോയെന്ന് അറിയത്തില്ല, അമ്മയുടെ പൊടി പോലും കണ്ടില്ല എന്നിങ്ങനെ നയന പറയുകയാണ്. എന്താണെങ്കിലും എൻ്റെ ആഗ്രഹം സാധിച്ചല്ലോ, അവാർഡ് മേടിക്കുന്നിടം വരെ അമ്മ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഇങ്ങനെ ആദർശ് നയനയുടെ തോളത്ത് കൈയൊക്കെ ഇട്ടുകൊണ്ട് അവർ രണ്ടാളും നടക്കുകയാണ്.
എന്നിട്ട് പറയുകയാണ് WCCയുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് അമ്മ. അമ്മ എല്ലാ പ്രോഗ്രാമുകൾക്കും അവിടെ സജീവമായിട്ടുള്ള സാന്നിധ്യമുണ്ട്. അപ്പോൾ നീയും അമ്മയും നല്ല ബന്ധത്തിലായിരുന്നെങ്കിൽ അമ്മ ഇന്നൊരു താരം ആകുമായിരുന്നു എന്നൊക്കെ പറയാം കേട്ടോ. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയും ചെയ്യാമായിരുന്നു എന്നിങ്ങനെ ആദർശ് പറയുകയാണ്. അപ്പോൾ നയന പറയുകയാണ് ഇനിയും അമ്മയ്ക്ക് അതിനൊക്കെ സാധിക്കുമല്ലോ, അമ്മ വേണ്ടെന്ന് വെച്ചിട്ടല്ലേ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പം ആദർശ് പറയുകയാണ് നിന്നെ അമ്മയെ എങ്ങനെ ഒന്നിപ്പിക്കാമെന്നാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. നിനക്കൊന്ന് ശ്രമിച്ചുകൂടെ? അപ്പം നയന പറയാണ് നടക്കുന്ന കാര്യം വല്ലതും പറ, ഇനി അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല എന്നിങ്ങനെ നയന പറയാം കേട്ടോ. അപ്പോൾ ആദർശ് പറയാണ് നിനക്ക് കാഞ്ഞ ബുദ്ധിയല്ലേ, നിനക്കൊന്ന് പരിശ്രമിച്ചുകൂടെ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഈ കാര്യം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ വീണ്ടും വീണ്ടും നയന പറയാം കേട്ടോ. ഇപ്പോൾ നിനക്ക് മികച്ച അവാർഡൊക്കെ കിട്ടിയില്ല, അതുപോലെ തന്നെ മികച്ച ഡിസൈനറായിട്ട് മാറുകയൊക്കെ ചെയ്തല്ലേ, അതൊക്കെ സന്തോഷമുള്ള കാര്യമാണെങ്കിലും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം എന്താണെന്ന് നിനക്കറിയുമോ? നീയും അമ്മയും തമ്മിൽ ഒന്നിക്കുന്ന ദിവസമാണ് എന്നിങ്ങനെ ആദർശ് മനസ്സുകൊണ്ട് പറയുകയാണ്. അതായത് അമ്മയമ്മ മരുമകളെ സ്നേഹിക്കുന്ന ദിവസം. അപ്പം നയന പറയാണ് ചിലപ്പോൾ അടുത്ത നൂറ്റാണ്ടിൽ അത് നടന്നേക്കും എന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ആദർശ് പറയുകയാണ് ചില നേരത്തെ അമ്മയുടെ പ്രവൃത്തികൾ കാണുമ്പോൾ എല്ലാം ഒച്ചത്തിൽ എനിക്ക് വിളിച്ചു പറയാൻ തോന്നും എന്നിങ്ങനെ പറയും കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എന്ന് പറയും കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് എന്താണെന്നെങ്കിലും നിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പം അമ്മ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയും. അപ്പം നയന പറയും എനിക്കങ്ങനെ തോന്നുന്നില്ല, ആദർശേട്ടനും മുത്തശ്ശനും മുത്തശ്ശിക്കുമൊക്കെ വേണ്ടിയിട്ട് എനിക്ക് പലതും ചെയ്തു തരിക അമ്മ, അതിലപ്പുറം ഒത്തിരി വലിയ ഇഷ്ടമൊന്നുമില്ല. അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് അവാർഡിന് ആദർശേട്ടൻ്റെ അമ്മ പങ്കെടുത്തില്ലെങ്കിൽ ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞത്. അപ്പോഴേ അവിടെ എല്ലാവരും കാത്തിരിക്കുക മികച്ച ഡിസൈനർക്കുള്ള അവാർഡ് മേടിച്ച് നീ വരുന്നതും കാത്ത്. എന്നിട്ട് ആദർശ് നയനയും കൂട്ടിക്കൊണ്ട് ഓഫീസിനുള്ളിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ എല്ലാവരും കൈയടിക്കുകയാണ്. ഇതാ നമ്മുടെ ബെസ്റ്റ് ഡിസൈനർ എത്തി എന്നിങ്ങനെ ആദർശ് പറയുക കേട്ടോ. അപ്പോൾ ആദർശ് പറയുകയാണ് ഇത്രയും നാളും നമുക്ക് അവാർഡ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ബെസ്റ്റ് സെയിൽസിനായിരുന്നു, എന്നാൽ മികച്ച ഡിസൈനർ എന്നുള്ള അവാർഡ് ഇത് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അതുകൂടാതെ തന്നെ ഇത് എൻ്റെ ഭാര്യയ്ക്കും കൂടിയാണ് കിട്ടുന്നത് അറിയുമ്പം അതിന് ഇരട്ടി മധുരമാണുള്ളത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അബി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ഇത് അമ്മ എങ്ങനെ സഹിക്കുന്നു എന്തോ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പം നമ്മുടെ ഓഫീസിലെ ഡിസൈനർ പറയും ഇത് ഇങ്ങനെ വെറുതെ വിട്ടാൽ മതിയോ, നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ, പവിത്രേ നീയും മേടിക്കണം ഇതുപോലെ അവാർഡ്, നിങ്ങളെല്ലാവരും മേടിക്കണം എന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ഓഫീസർ വന്നിട്ട് പറയുകയാണ് സർ അടുത്ത ഈ വർഷത്തെ വിഷു എന്ന് പറയുന്നത് നമ്മുടെ ഷട്ടർ ഇട്ട് സെയിൽ നടത്തേണ്ടി വരും, അത്രയ്ക്ക് കളക്ഷൻ കൂടുമെന്ന് ഉറപ്പാണ് എന്നിങ്ങനെ പറയുകയാണ്. ഇപ്പോൾ നയനയുടെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ ഡിമാൻഡ് ചെയ്ത് ഇതിന് ഇരട്ടി സാലറി വേണമെന്ന് പറഞ്ഞേനെ എന്നിങ്ങനെ ആദർശ് പറയാം കേട്ടോ. അപ്പോൾ പവിത്ര പറയും മേഡത്തിന് അത് ഇപ്പോഴും ചോദിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറയും കേട്ടോ. അപ്പോൾ നയന പറയും അറിയാവുന്ന തൊഴിൽ ചെയ്യുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്, എനിക്കത് മതി, എൻ്റെ കഷ്ടപ്പാടിന് അംഗീകാരം കിട്ടുന്നത് എനിക്ക് സന്തോഷം, എനിക്കത് മതി. എന്നിട്ട് നയനയോട് പറയുവാണേ നീ ഇതെല്ലാവരെയും കൊണ്ട് കാണിക്കുക എന്ന് പറയും കേട്ടോ. അപ്പോൾ നയന എല്ലാവരും ഇങ്ങനെ കാണിച്ച് കൺഗ്രാജുലേഷൻ മേടിക്കുന്ന സമയത്ത് ആദർശ് അഭിനെ വിളിച്ചിട്ട് ചോദിക്കും എടാ നിന്റെ മുഖത്ത് എന്താ ഒരു സന്തോഷവും ഇല്ലാത്തത്? എൻ്റെ മുഖത്ത് സന്തോഷമില്ലെന്ന് ഏട്ടനോട് ആരാ പറഞ്ഞത്? ഏട്ടത്തിലൂടെ നമ്മുടെ കമ്പനി വളരുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ, അങ്ങനെ വളരുന്ന കമ്പനിയെ നീ പിടിച്ച് താഴെ ഇടാതിരുന്നാൽ മതി എന്നിങ്ങനെ ആദർശ് പറയുവാണ്. നീ വാ എന്ന് പറഞ്ഞിട്ട് ആദർശ് നയനയും കൂട്ടിക്കൊണ്ട് പോകട്ടോ. അപ്പോൾ ഇങ്ങനെ പവിത്ര ഇങ്ങനെ ആലോചിച്ചിട്ട് അബിയുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുകയാണ് നിന്റെ വൈഫിന് ഇത്രയും കഴിവുകളൊന്നും ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. പിന്നെ അവള് മികച്ച ഡിസൈനറാ, കുടുംബം എങ്ങനെ തകർക്കാം എന്നുള്ളതാണ് അവളുടെ മികച്ച ഡിസൈൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് അവളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇതാ ഇപ്പോൾ വന്നിട്ട് പോയ അവളുടെ അനിയത്തി പോലും എന്നിങ്ങനെ അഭി പറയുക കേട്ടോ. അതല്ല സാറേ നമ്മുടെ നയന മേഡത്തിൻ്റെ അച്ഛൻ്റെ കഴിവുകളാണല്ലോ നയന മേഡത്തിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സാറിൻ്റെ ഭാര്യയ്ക്കും എന്തെങ്കിലും കഴിവുകൾ കിട്ടാതിരിക്കത്തില്ലല്ലോ. ഞാനിപ്പോൾ പറഞ്ഞതാണ് അവൾക്ക് ഏറ്റവും മികച്ചതായിട്ടുള്ള കഴിവുകൾ. ഇനിയിപ്പോൾ 7-ാം മാസത്തിൽ അവളെ കൂട്ടിക്കൊണ്ട് പോയി കഴിയുമ്പോൾ എനിക്ക് ഇത്തിരി സമാധാനം കിട്ടും. അപ്പോൾ പവിത്ര പറയുവേ ഇനി പോയിട്ട് വരുമ്പോഴത്തേക്കിനും കുഞ്ഞൊക്കെ ആയിട്ടായിരിക്കും മേഡം വരുന്നത് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അഭി പറയുകയാണ് 50,000 രൂപയുടെ ശമ്പളക്കാരൻ ആ അമ്മയും കുഞ്ഞിനെ എങ്ങനെ നോക്കുമെന്നാണ് എനിക്ക് അറിയാൻ വയ്യാത്തതെന്ന് ഇങ്ങനെ പറയുകയാണേ. അടുത്തായിട്ട് നമ്മുടെ ജാനകിയും ജലജേനൊക്കെ കാണിക്കാം കേട്ടോ. അവൾ ആ അവാർഡുമായിട്ട് നേരെ ജ്വല്ലറിയിലോട്ട് പോയിട്ടുണ്ടാവും. കാരണം ആ ജ്വല്ലറിക്ക് വേണ്ടിയിട്ടാണല്ലോ അവൾ കഷ്ടപ്പെട്ടത്. അപ്പോൾ ജാനകി പറയുകയാണേ അവാർഡുമായിട്ട് ജ്വല്ലറിയിലേക്ക് പോയോ അതോ സ്വന്തം വീട്ടിലേക്ക് പോയോ എന്ന് പറയാൻ പറ്റത്തില്ലെന്ന് പറയുകയാണേ.
ഇനി അതിൻ്റെ പേരിൽ ആദർശ് ഇവിടെ ഫംഗ്ഷൻ നടത്തുമോ എന്നാ എനിക്ക് പേടിയെന്ന് പറയും കേട്ടോ. അപ്പോൾ ജലജ പറയുകയാണ് നടത്തുന്നെങ്കിൽ നടത്തട്ടെ, ഞാൻ പങ്കെടുക്കില്ല എന്ന് പറയും. അപ്പോൾ ജാനകി പറയും പിന്നെ ഞാൻ പങ്കെടുക്കുമോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കിനും വണ്ടിയുടെ ഹോണടി വന്നു, അവർ എത്തിയേ. അവിടേക്ക് നമ്മുടെ ദേവയാനി കടന്നു വരിക കേട്ടോ. അപ്പോൾ കണ്ടു അവാർഡ് കണ്ടു, ടി വിയിൽ ന്യൂസ് ഉണ്ടായിരുന്നല്ലോ എന്നിങ്ങനെ പറയുക കേട്ടോ നമ്മുടെ ജലജ. അപ്പോൾ പറയുകയാണ് ഏട്ടത്തിയുടെ കൂട്ടുകാരിയുടെ മകൾ വാതോരാതെ അവളെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ അനിയുടെ അമ്മ പറയും ഏട്ടത്തി ഇതൊക്കെ കണ്ടുകൊണ്ട് എങ്ങനെ അവിടെ ഇരുന്നു എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ദേവയാനി പറയും പ്രോഗ്രാം തുടങ്ങുന്നിടം വരെയും ഞാനുണ്ടായിരുന്നുള്ളൂ, അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയി എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കിനും മുത്തശ്ശി അങ്ങോട്ട് വന്നു കേട്ടോ. അത് മോശമായി പോയി ദേവയാനി, സ്വന്തം മരുമകൾ അവാർഡ് മേടിക്കുന്നത് ഏതൊരു അമ്മായിമ്മയ്ക്കും വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. നിനക്ക് മറ്റുള്ളവരുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ ഒരു അവസരം നിന്റെ മരുമകൾ ഉണ്ടാക്കി തരുമ്പോൾ നീ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് വേണ്ടത്. അപ്പോൾ ജലജ ഇങ്ങനെ പറയും ഏട്ടത്തിനെ ബലമായിട്ട് അവൾ പിടിച്ചു കൊണ്ടുപോയതല്ലേ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ മുത്തശ്ശി ജലജനെ വഴക്ക് പറയുകയാണ് അതിനിപ്പോൾ എന്താ, അവളുടെ അമ്മായിമ്മ അവളുടെ പ്രോഗ്രാമിന് പോകുന്ന കാണുന്നത് സന്തോഷകരമായ കാര്യമില്ലെന്നിങ്ങനെ ചോദിച്ചിട്ട് വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. അത്രയും നേരം അവിടെ ഇരിക്കാൻ പെട്ട കഷ്ടപ്പാട് എനിക്ക് അറിയുള്ളൂ. ഓരോ ദിവസവും അവളിങ്ങനെ അമ്മായിയമ്മേനെ താഴ്ത്തി കെട്ടി അവളിങ്ങനെ ഉയർന്നു പൊക്കോണ്ടിരിക്കുക എന്നിങ്ങനെ ജലജ പറയുകയാണ്. അവൾ ഈ തറവാട്ടിൽ പിടിമുറുക്കി കഴിഞ്ഞു. അപ്പോൾ ആ മുത്തശ്ശി പറയുകയാണ് അങ്ങനെ പിടിമുറുക്കിയിട്ടുണ്ടെങ്കിൽ നയനയുടെ മനസ്സിൻ്റെ നന്മയാണെന്നിങ്ങനെ പറയുകയാണെ. സ്നേഹത്തിലൂടെയാണ് മോൾ എല്ലാവരെയും കീഴ്പ്പെടുത്തുന്നത്. നിനക്കൊന്നും അതിന് കഴിവില്ലാത്തത് അത് അവളുടെ കുറ്റമാണോ? അതുപോലെ എൻ്റെ മരുമകൾക്ക് ഇത്തിരി മിടുക്ക് കൂടിപ്പോയി, അതുപോലെ സാമർഥ്യവും എന്നിങ്ങനെ ദേവയാനി പറയുകയാണ്. ദേവയാനി, നിന്റെ ഭർത്താവും മകനും അതുപോലെ മുത്തശ്ശനും ഒക്കെ നയനെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കഴിവ് ആ കുട്ടിക്കുണ്ട്. അതുപോലെ തന്നെ അവർ ഈ ഒരു ബിസിനസ്സിൽ വലിയ നിലയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ആളുകളെ തിരിച്ചറിയാനുള്ള കഴിവുമുണ്ട്. അങ്ങനെയുള്ളവർ അംഗീകരിച്ച പെൺകുട്ടിയാണ് നയനമോള്. നീയും അതുകൊണ്ട് ബുദ്ധിവികാസം ഇല്ലാത്തവരെ പോലെ ചിന്തിക്കരുത്. നിന്റെ ജീവിതത്തിൽ നിനക്ക് നല്ലൊരു ഭർത്താവിനെയും അതുപോലെ മകനെയും കിട്ടിയതിനെ കഴിഞ്ഞും ഒരു പടി മുകളിലാണ് നിന്റെ മരുമകൾ. ആ മരുമകളെ ഓർത്ത് സന്തോഷിക്കുന്ന ഒരു ദിവസം വരും. എൻ്റെ മരുമകൾക്ക് മുന്നിൽ മറ്റാരും ഇല്ലെന്ന് പറയുന്ന ഒരു ദിവസം. എനിക്ക് തോന്നുന്നില്ലമ്മേ അവൾക്ക് എൻ്റെ മനസ്സ് കീഴടക്കാൻ കഴിയുമെന്ന്. കല്യാണത്തിന് മുന്നേ തന്നെ വെറുത്തിരുന്ന നിന്റെ മോൻ ഇന്ന് അവളെ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പിച്ചു ദേവയാനി, നീയും നിന്റെ വെറുപ്പും ഇല്ലാതെയായി അലിഞ്ഞു പോകും. നാളെ നീയും അവളെ സ്നേഹിക്കുന്ന ഒരു ദിവസം വരും. അപ്പൊ ജലജ എങ്ങനെ ചോദിക്കുക, അതിന് മാത്രം എന്തു മഹിമയും അവൾക്കുള്ളത്? അവളുടെ മഹിമയും മഹത്വവും ഒക്കെ നിങ്ങളെ ആരെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വമൊന്നും എനിക്കില്ല എന്നിങ്ങനെ പറയുവേ. ബുദ്ധിയുള്ളവർ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഞാനും അറിഞ്ഞമ്മേ അവൾ എല്ലാവരും കഴിഞ്ഞ് മുകളിലാണെന്ന് എന്നിങ്ങനെ ദേവയാനി മനസ്സിൽ ചിന്തിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ നയന ഇങ്ങനെ അവാർഡ് ദാന ചടങ്ങും അമ്മയുമായിട്ടുള്ള ഒരുമിച്ചിട്ടുള്ള രംഗങ്ങളും ജ്യൂസ് കുടിക്കുന്നതും അമ്മയുടെ സ്നേഹവാക്കുകളും എല്ലാം ഇങ്ങനെ മനസ്സിലെങ്ങനെ ആലോചിച്ച് സന്തോഷിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ആദർശം അങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. എന്ത് ചോദിക്കുകയാണ്, കിനാവ് കാണുകയാണോ എന്ന് ചോദിക്കും കേട്ടോ. ഏയ് അല്ല എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യവും അവാർഡൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസിലാണ് വെക്കുക. അപ്പോൾ ഇത് വേണ്ട, ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ട് വീടിൻ്റെ ഹാളിൽ തന്നെ വെക്കാം. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ അത് ഒരുപാട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ അവാർഡ് നിൻ്റെ വീട്ടിൽ കാണിക്കണ്ടേ എന്ന് പറയും കേട്ടോ. അപ്പോൾ നയന പറയും വേണം വേണം വീട്ടിൽ കാണിക്കണം. അപ്പോൾ എന്താ ഇപ്പോഴേ ഇറങ്ങാനാണോ? എന്നിട്ട് നമുക്ക് നേരത്തെ ഇറങ്ങാം, നമ്മുടെ നിൻ്റെ വീട്ടിലും പോയിട്ട് അവാർഡൊക്കെ കാണിച്ചിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകാമെന്നിങ്ങനെ പറയുവേ. അപ്പോൾ നയന് ചോദിക്കുന്നുണ്ട് ആദർശമായിട്ട് അമ്മ വീട്ടിലെത്തി കാണുമോ? അപ്പോൾ അമ്മയെ വിളിച്ചിട്ട് കിട്ടിയില്ല. അമ്മ നേരത്തിൽ നമുക്ക് വീട് ചെന്നിട്ട് അമ്മയുടെ വായിൽ നിന്ന് കേൾക്കാനുള്ളത് കേൾക്കാമെന്നിങ്ങനെ പറയും കേട്ടോ. അടുത്തായിട്ട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവിൻ്റെ വീടാണ്. അപ്പോൾ ഗോവിന്ദനും കനകയും അവിടെ ഇരിക്കുകയാണ് ചായ കുടിച്ചുകൊണ്ട്. അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുകയാണ് വേപ്പില തീർന്നോ കനക എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇല്ല കനകച്ചൻക്ക്, അപ്പുറത്തെ വീട്ടിൽ നിന്നുള്ള ഒരു ചേച്ചി വീണ്ടും നമ്മുടെ വേപ്പില കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറയും കേട്ടോ. വീട്ടിലുള്ള ഒരാൾക്ക് ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ എല്ലാവർക്കും വരാൻ ചാൻസ് ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ആദർശൻ തന്നെ അങ്ങോട്ടേക്ക് എത്തുന്നത്. അപ്പോഴത്തേക്കിനും ഗോവിന്ദനും കനകയും കൂടെ ഓടിച്ചില്ല കേട്ടോ. നയന സന്തോഷത്തോടു കൂടി അവാർഡ് മേടിച്ച് അവാർഡൊക്കെ ആയിട്ട് എത്തുകയാണ്. അപ്പോൾ കനക മേടിച്ചിട്ട് അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി നോക്കി ഒന്ന് ചിരിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുക്കും കേട്ടോ. അല്ല മോനെ, അമ്മ വന്നിട്ട് അമ്മേനെ വേദിയിലൊന്നും കണ്ടില്ലല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോൾ നയന പറയും സദസ്സിലുണ്ടായിരുന്നു, അവാർഡ് കഴിഞ്ഞതിന് ശേഷം അമ്മ പിന്നെ കണ്ടില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ഗോവിന്ദൻ പറയും അവാർഡിന് വന്നത് തന്നെ വലിയ കാര്യമായല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്.
അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഏതൊക്കെയാലും ഇവള് അവാർഡ് വാങ്ങുന്നതിന് അമ്മ സാക്ഷിയായല്ലോ, അത് വലിയൊരു കാര്യമല്ലേ എന്നിങ്ങനെ പറയുകയാണേ. അമ്മ നന്ദു എടി. അപ്പോൾ നന്ദു മോളെ അവൾ അകത്തുണ്ട്, അവൾക്ക് നീ അവളെ കാണാനൊന്നും പോകണ്ട എന്ന് പറയും കേട്ടോ. അപ്പോൾ പറയും അവൾക്ക് ചിക്കൻ ബോക്സ് ആണെന്ന് പറയേ. തന്നെയല്ല വീട്ടിൽ അടങ്ങിയിരിക്കത്തില്ലല്ലോ, എപ്പോഴും വെളിയിലല്ലേ, എന്തൊരു ചൂടാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നിങ്ങനെ ഗോവിന്ദൻ പറയുവേ. ഇനിയിപ്പോൾ കുറച്ച് ദിവസം അനങ്ങാതെ മിണ്ടാതെ വീട്ടിലിരുന്നോളൂല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോഴത്തേക്കിനും നാനയുടെ മൊബൈലിൽ ഒരു മെസ്സേജ് വരും, നോക്കുവേ. അന്നേരത്തേക്കും എന്താ, ഞങ്ങൾ വന്നത് അവൾ അറിഞ്ഞു, ഇതാ ഫോട്ടോ അയച്ചു തന്നിരിക്കുക എൻ്റെ ഫോണിൽ എന്ന് പറയും കേട്ടോ. അപ്പോൾ കനക പറയും ബെഡിൽ മുഴുവൻ വേപ്പില വിരിച്ചിട്ട് അവളെ കിടത്തിയിരിക്കുകയാണെന്ന് പറയുവേ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്ത് ചിക്കൻ ബോക്സ് എന്ന് പറയുന്നത് വളരെ വലിയ രോഗമൊന്നുമല്ല, അതിന് മരുന്നൊക്കെ ഉണ്ട്, അപ്പോൾ ചികിത്സിച്ച പെട്ടെന്ന് തന്നെ ഭേദമാകാവുന്നതേ ഉള്ളൂ എന്നിങ്ങനെ പറയും കേട്ടോ. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്നിങ്ങനെ ചോദിക്കുക. അന്നേരത്തേക്കിനും കനക പറയും ഈ എരിപൊരി വെയിലത്ത് വന്നതല്ലേ, ഇത്തിരി തണുത്ത വെള്ളം കുടിച്ചിട്ട് പോകാം, നല്ല മോരും വെള്ളം ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നയനെ കൂട്ടിയിട്ട് ഉള്ളിലേക്ക് പോവുകയാണ്. നന്ദിയുണ്ട് മോനെ, വീട്ടിനുള്ളിൽ തളയ്ക്കപ്പെട്ട് അവളെ വെളിയിലോട്ട് കൊണ്ടുവന്നതും അവളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നത് മോനാണ് എന്നിങ്ങനെ പറയുക. അപ്പോൾ ആദർശ് പറയുകയാണ് അച്ഛാ, അവൾക്ക് ഉള്ളിൽ ഒരുപാട് കഴിവുകളുണ്ട്, അവളുടെ കഴിവുകൾ കൊണ്ട് തന്നെയാണ് അവൾക്ക് ഈ അംഗീകാരങ്ങളും നേട്ടങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. അവളെ വീടിന് വെളിയിൽ ഇറക്കിയതും അതുപോലെ തന്നെ ജോലി മേടിച്ചു കൊടുത്തതും എല്ലാം ഞാൻ തന്നെയാണ്. പക്ഷേ ഈ അവാർഡിന് അവൾ തന്നെയാണ് അർഹ. എൻ്റെ ഒരു റെക്കമെൻഡേഷനും ഇതിന് പിന്നിൽ ഉണ്ടായിട്ടില്ല. ഇന്ന് ജ്വല്ലറിയിൽ എല്ലാവരും അവളെ അംഗീകരിക്കുന്ന ദിവസമാണ്. അച്ഛൻ്റെ മോളുടെ ഒരു കളക്ഷൻ തന്നെ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, നയന കളക്ഷൻ എന്ന് പറഞ്ഞ് അച്ഛനെ സന്തോഷിപ്പിക്കുന്ന ആ ഒരു മുഹൂർത്തം കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നത്. അപ്പോൾ എല്ലാവർക്കും ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്